ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതും ഫ്ലോപ്പ് കാറിനെ കുറിച്ചിലാണ്. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും ഈ ഫ്ലോപ്പ് കാറിനെ കുറിച്ചിലാണ് പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മഹേന്ദ്രനെ കുറിച്ചും അതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സുസുക്കിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഫ്ലോപ്പ് ആയിട്ടുള്ള എസ് യുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലോപ്പ് ആയിട്ടുള്ള എസ് യുകളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഏത് വാഹനങ്ങൾ എടുത്താലും എസ് യു വി എന്നൊക്കെ പറഞ്ഞാണ് എല്ലാ വാഹന നിർമ്മാതാക്കളും അവരവരുടെ വാഹനങ്ങളൊക്കെ പുറത്തിറക്കുന്നത്. നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിനി എസ് യു വി, മൈക്രോ എസ് യു വി, അതുപോലെ തന്നെ കോമ്പാക്ട് എസ് യു വി, അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും എസ് യു വിസാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എസ് യു വിയുടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എസ് യു വി ശരിക്കും പറഞ്ഞാൽ എന്താണ്? ആ പേരൊക്കെ ഇപ്പോൾ ഇല്ലാണ്ടായി. ഇപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് ഒരു ഹാച്ച് എടുത്തിട്ട് വലുതാക്കി കഴിഞ്ഞാൽ അത് എസ് യു വി എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് എസ് യു ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിലേക്ക് പലതും ഇമ്പോർട്ടഡ് വാഹനങ്ങളാണ്, പുറത്തു നിന്ന് കൊണ്ടുവന്ന് ഇന്ത്യയിലേക്ക് വിറ്റ വാഹനങ്ങളാണ്. അപ്പോൾ അതിൽ കുറേ വാഹനങ്ങൾ ഇന്നിപ്പോൾ ഇല്ല, പരാജയപ്പെട്ടു പോയി. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് വാഹനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യുണ്ടായുടെ ടിറാക്കനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഹ്യുണ്ടായുടെ ടിറാക്കൺ 2003 നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. ഹ്യുണ്ടായുടെ ടിറാക്കൺ നമ്മുടെ ഇന്ത്യയിൽ കുറേ പേരുണ്ട്. നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ ഒരു ടിറാക്കൺ ഉണ്ട്. പിന്നെ നമ്മുടെ പ്രിയ താരമായ സൂര്യണ്ണൻ്റെ കയ്യിലും ഒരു ടിറാക്കൺ ഉണ്ടായിരുന്നു പണ്ട്. സൂര്യണ്ണൻ്റെ ടിറാക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗജനി എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് ആ ലാസ്റ്റ് നമ്മുടെ നായികക്ക് അടി കിട്ടുന്ന സീനിലൊക്കെ ഈ നമ്മുടെ അണ്ണം വരുന്നത് ഈ ഒരു വണ്ടിക്കാണ്. ആ വണ്ടിയുടെ നമ്പർ 5005 ഞാനത് ഓർക്കുന്നുണ്ട്. കാരണം അത് സൂര്യണ്ണൻ്റെ വണ്ടിയാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം സൂര്യണ്ണൻ അത് കഴിഞ്ഞിട്ടൊക്കെയുള്ള എടുത്ത സൂര്യണ്ണൻ്റെ ഓടി Q7 നമ്പറൊക്കെ 5005 അപ്പോൾ എനിക്ക് തോന്നുന്നത് സൂര്യണ്ണൻ്റെ വണ്ടി തന്നെ ആയിരിക്കാം. സൂര്യണ്ണൻ്റെ പണ്ടൊരു ടിറാക്കൺ ഉണ്ടായിരുന്നു. അപ്പോൾ ടിറാക്കണെ പറ്റി പറയുവാണെങ്കിൽ ടിറാക്കൺ ഒരു ഫുൾ സൈസ് എസ് യു ആണ് നമ്മുടെ ഇന്ത്യയിലേക്ക്. കൊറിയയിൽ നിന്നുമാണ് ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു നല്ല രസകരമായിട്ടുള്ളൊരു റഗ്ഗഡും ഒരു മസ്കുലർ സ്റ്റാൻസ് ഒക്കെ തന്നെയായിരുന്നു നൽകിയിരുന്നത്. അതിൻ്റെ സൈഡിൽ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഒക്കെ ആ വണ്ടിക്ക് നല്ല രസമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ചെറിയൊരു ഗ്രേസ് കളറൊക്കെ നൽകിയിരുന്നു. ആ കളറൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഈ വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ ഒരു വലിയൊരു വണ്ടിയായിട്ട് തന്നെ വരാം. നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് വേണമെങ്കിൽ കമ്പാഷൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ലാൻഡ് ക്രൂസറിൻ്റെ J100 വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആ വണ്ടിയൊക്കെയായിട്ടൊക്കെ ഏകദേശം ചെറിയൊരു മാച്ചൊക്കെ ഈ ഒരു വണ്ടിക്ക് ഉണ്ട് കാഴ്ചയിൽ ചെറിയൊരു രീതിക്ക്. ഞാനൊരു ഇത് പറയണം, ഒരു ഫുൾ സൈസ് എസ് യു വന്നത്. അപ്പോൾ ഇതൊരു 4 വീൽ ഡ്രൈവോട് കൂടിയൊക്കെയാണ് ഈ ഒരു വണ്ടി വന്നിരുന്നത്. ഇതിന് നൽകിയിരുന്നത് ഒരു 2.9 ലിറ്റർ എഞ്ചിനായിരുന്നു, ഒരു CRDI ഡീസൽ എഞ്ചിനായിരുന്നു. ആ എഞ്ചിന് ഏകദേശം 148 bhpയും അതുപോലെ തന്നെ 343 ടോർക്കൊക്കെ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. മാനുവൽ ഗിയർ ബോക്സിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊരു 4 വീൽ ഡ്രൈവോട് കൂടിയാണ് ഈ ഒരു വണ്ടി വന്നിരുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുവാണെങ്കിലും ഈ ഒരു വണ്ടീനെ പറ്റി പറയുവാണെങ്കിൽ ഈ വണ്ടി അത്യാവശ്യം നല്ല ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വണ്ടിക്ക് നൽകിയിരുന്നു. അതിന് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് നൽകിയിരുന്നു. പക്ഷേ എങ്കിൽ ഈ ഒരു വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ് ഒക്കെ ചില സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് പ്രതികരിക്കുന്നില്ലായിരുന്നു എന്നുള്ള കംപ്ലൈൻറ്റൊക്കെ ഒരുപാട് കേട്ടിരുന്നു. പിന്നെ പറയുവാണെങ്കിൽ ഒരു നല്ലൊരു ലക്ഷറി ആയിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് വന്നിരുന്നത്. അതിൻ്റെ അത് കുറേ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് നൽകിയിരുന്നു. അന്നത്തെ മിക്ക ഫിലിം സ്റ്റാർസിൻ്റെയും കയ്യിലും ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നയൻതാരയുടെ കയ്യിൽ ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ നല്ലൊരു പ്രീമിയം ആയിട്ട് വന്ന വണ്ടിയാണ്, ഇത് ഇമ്പോർട്ടഡ് വണ്ടിയാണല്ലോ. പക്ഷേ ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ദയനീയമായി പരാജയപ്പെടുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അത് ഈ വണ്ടി തന്നെയല്ല, എനിക്ക് തോന്നുന്നു ഈ വണ്ടി ആഗോളതലത്തിലും അത്യാവശ്യം ചെറിയ രീതിക്ക് പരാജയപ്പെട്ടൊരു വണ്ടിയാണ്. ഹ്യുണ്ടായുടെ വാഹനങ്ങളിൽ അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടാണ് ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. കാരണം അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് വെച്ചാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വില മതിക്കുന്ന വണ്ടി ഇതായിരുന്നു. അന്ന് ഏകദേശം 18 ലക്ഷം രൂപ അടക്കി ഇതിനൊരു എക്സ്ഷോറും വിലയ്ക്ക് ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ മനസ്സിലാക്കാം ആ ഒരു വണ്ടിയുടെ വാല്യൂ എന്തായിരുന്നു കാര്യങ്ങളെന്നൊക്കെ. അങ്ങനെ ഈ ഒരു വണ്ടിയാണ് നമ്മുടെ ഫ്ലോപ്പ് ലിസ്റ്റിൽ നമ്പർ 1 ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് വളരെ ദയനീയമായി പരാജയപ്പെട്ടു. പിന്നെ ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് ഇത് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു ഈ ഒരു വണ്ടി. അതുപോലെ തന്നെ മെയിൻ്റനൻസും ഹയർ ആയിരുന്നു. ചില പാർട്സിനൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ഇമ്പോർട്ട് വണ്ടി ആയതുകൊണ്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഞാൻ പേഴ്സണലി ഈ വണ്ടി നല്ലൊരു വണ്ടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ മിക്കയിടത്തും കാണുന്നതൊക്കെ അത്യാവശ്യം നശിഞ്ഞ് നാരായണക്കല്ലായിട്ടുള്ള അവസ്ഥകളിലാണ് ഈ വണ്ടി കണ്ടിരിക്കുന്നത്. അതും കൂടുതൽ വർക്ക്ഷോപ്പുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ കൊണ്ടുവന്ന് ഈ വണ്ടി ഉള്ളവരൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് നന്നാക്കാനായിട്ട് ഒരുപാട് സമയങ്ങളൊക്കെ എടുത്ത് എനിക്ക് തോന്നുന്നു ആ പാർട്സിനൊക്കെ കിട്ടാനുള്ള ഒരു അവൈലബിലിറ്റി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും മിക്ക വർക്ക്ഷോപ്പിലും ഈ ഒരു വണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ട് ചില വർക്ക്ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു.
അങ്ങനെ ഈ ഒരു വണ്ടി അധികകാലം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അധികം വളരെ ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ മാത്രമായിരുന്നു ഈ ഒരു വണ്ടി വിറ്റിരുന്നത്. പിന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടിയെ പറ്റി നമുക്ക് എന്താ പറയുക, ഈ വണ്ടി ഇറങ്ങി വന്നിരുന്ന സമയത്ത് നമുക്ക് പിന്നെ എൻഡവർ വന്നു, പജീറോ വന്നു. ഇതൊക്കെ ഇച്ചിരി കൂടി എന്താ പറയുക മികച്ച രീതിയിലുള്ള സർവീസും കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു എൻഡവറിനൊക്കെ സംബന്ധിച്ച്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് വാഹനങ്ങളൊക്കെ വന്നു നമ്മുടെ ഇന്ത്യൻ വിപണിയിലോട്ട് മാറ്റങ്ങൾ വരികയായിരുന്നു. അപ്പോൾ ഹ്യുണ്ടയുടെ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഹ്യുണ്ടയുടെ വേറെ 2-3 ഫോക്ക് വാഹനങ്ങളൊക്കെ ഉണ്ട്. ആ വണ്ടിയെ പറ്റി നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ റെനോ നമ്മുടെ ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവന്നവരുടെ SUV ആയിരുന്നു കൊളിയോസ് എന്ന് പറയുന്നൊരു വണ്ടി. നിങ്ങൾ ഈ ഒരു വണ്ടി കണ്ടിട്ടുണ്ടോ? ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നൊരു കിടിലൻ വണ്ടിയായിരുന്നു. 2011 തൊട്ട് 2017 വരെയായിരുന്നു ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിസ്സാൻ്റെ എക്സ്ട്രയിൽ എന്ന് പറയുന്ന വണ്ടിയുണ്ട്. അതിൻ്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊണ്ടുവന്നായിരുന്നു ഈ ഒരു വണ്ടി വന്നിരുന്നത്. ബട്ട് ഇത് വളരെ പ്രീമിയമായിട്ടൊക്കെ തോന്നിയിരുന്നു, കാരണം ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. ബട്ട് ഈ ഒരു വണ്ടി പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഫ്ലൂവൻസിന് ശേഷം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന അവരുടെ അടുത്ത മോഡലായിരുന്നു ഈ റെനോയുടെ കൊളിയോസ് എന്ന് പറയുന്ന വണ്ടി. അപ്പോൾ ഈ വണ്ടി അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 22 ലക്ഷം രൂപയ്ക്കൊക്കെ മുകളിലായിരുന്നു വില വന്നിരുന്നത്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടി ഫസ്റ്റ് ഓട്ടോമാറ്റിക്കലി മാത്രമേ ലഭ്യമായിരുന്നതും, പിന്നെ ഇതും 4 വീൽ ഡ്രൈവ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വണ്ടിനെ സംബന്ധിച്ച്. ഈ ഒരു വണ്ടി കാണാനൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്തൊരു ലുക്കൊക്കെ തന്നെ നൽകിയിരുന്നു. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള തരത്തിലായിരുന്നു ഈ ഒരു വണ്ടി വന്നിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് എന്താ പറയുക ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. റെനോയുടെ വണ്ടി ആയതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സൊക്കെ നൽകിയിരുന്നു. ഇമ്പോർട്ടർ വണ്ടിയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് നൽകിയിരുന്നു. മാത്രമല്ല ഇത് ഗ്ലോബൽ എൻക്യാപ്പിൽ എന്തോ 5 സ്റ്റാർ റേറ്റിങ്ങോട് കൂടിയാണ് ഈ ഒരു വണ്ടി വന്നിരുന്നത്. അപ്പോൾ തന്നെ വണ്ടിയുടെ ബോഡി എത്രത്തോളം മികച്ചതാണെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഈ ഒരു ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാച്ച്, ഒരു SUV എന്നൊക്കെ പറയുന്ന ഒരു ക്രോസ് ഓവർ അല്ല, ഒരു അങ്ങനത്തെ ഒരു ഡിസൈനായിരുന്നു ഈ ഒരു വണ്ടി വന്നിരുന്നത്. അപ്പോൾ പൊതുവേ ആൾക്കാർക്ക് ആ ഒരു ഡിസൈനോട് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ഈ ഒരു വണ്ടിയുടെ പരാജയത്തിൻ്റെ കാരണം. പിന്നെ ഈ ഒരു വണ്ടി ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല, എന്താ പറയുക, ഒരുപാട് ആൾക്കാർ അറിഞ്ഞ് വരുന്നുണ്ടായുള്ളൂ. കാരണം ആ സമയമൊക്കെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഫോർച്യൂണർ, അതുപോലെ തന്നെ എൻഡവർ എന്നീ വാഹനങ്ങളൊക്കെ നല്ലൊരു ആധിപത്യം നമ്മുടെ ഇന്ത്യയിൽ പുലർത്തി, പജീറോ ഒക്കെ ആണെങ്കിലും. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ അങ്ങനത്തെ കുറച്ച് വണ്ടികളുണ്ട്. കുറച്ച് ആൾക്കാർ ആ ഒരു വണ്ടികൾ തന്നെയായിരുന്നു പിന്നെ ഇന്ത്യയിൽ എക്കാലവും വിറ്റഴിക്കപ്പെട്ടിരുന്നത് ഒരു ടൈമിൽ. ഫോർച്യൂണറൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ വണ്ടിയൊക്കെ വരുന്നത്. അപ്പോൾ ആൾക്കാർ ഇച്ചിരി കൂടി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള മറ്റുള്ള ബ്രാൻഡുകളിലേക്കായിരുന്നു പോയിരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇതിനൊരു 2 ലിറ്റർ എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത്. 4 സിലിണ്ടർ എഞ്ചിൻ, 150 HP, 320 എന്നൊക്കെ ടോർക്കിലായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. 6 സ്പീഡ് മാനുവലായിരുന്നു ഉണ്ടായിരുന്നത്. ലാസ്റ്റ് 2014 കാലഘട്ടങ്ങളിൽ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. മാനുവൽ ഓപ്ഷൻസ് ഈ ഒരു വണ്ടിക്ക് നൽകിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിക്ക് ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഹിൽ ഡീസൽ കൺട്രോൾ, അങ്ങനെ അതുപോലെ തന്നെ ബോസിൻ്റെ ഓഡിയോ സിസ്റ്റമൊക്കെയാണ് നമുക്ക് നൽകിയിരുന്നത്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഈ ഒരു വണ്ടി വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മുടെ ദയനീയമായി ഇന്ത്യയിൽ പരാജയപ്പെട്ടു പോയ ഒരു വാഹനം തന്നെയാണ്. അതുപോലെ തന്നെ റെനോയുടെ മറ്റൊരു വണ്ടിയായിരുന്നു ക്യാപ്ചർ എന്നൊക്കെ പറഞ്ഞ വണ്ടി ഉണ്ടായിരുന്നു. അതും ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിക്ക് പരാജയപ്പെട്ടു പോയ വാഹനമാണ്. അപ്പോൾ നമുക്ക് റെനോൻ്റെ ഈ വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ നിസ്സാൻ നമ്മുടെ ഇന്ത്യയിലേക്ക് അവരുടെ അരങ്ങേറ്റത്തിൻ്റെ ഒരു ചുവടുവെപ്പായിട്ട് കൊണ്ടുവന്നാണ് നിസ്സാൻ എക്സ്ട്രയിൽ എന്ന് പറയുന്ന വണ്ടി. 2004 ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ വണ്ടിയും അത്യാവശ്യം കാണാനൊക്കെ നല്ല പ്രീമിയം എന്നുള്ള തരത്തിലായിരുന്നു. കാരണം മറ്റ് പല മാർക്കറ്റുകളിലും ഈ വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽ ചെയ്തൊരു മോഡലാണ് നിസ്സാൻ്റെ എക്സ്ട്രയിൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പുതിയ മോഡൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വരുമോ ഇല്ല എന്നൊക്കെ കണ്ടറിയാം. അപ്പോൾ എക്സ്ട്രയിലിനെ കുറിച്ച് പറയുവാണെങ്കിൽ എക്സ്ട്രയിൽ നല്ലൊരു ബോക്സ് ആയിട്ടൊരു ഡിസൈനായിരുന്നു. എന്നാൽ ഇത് അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടായിരുന്നു. ഈ വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ ഇത് ഏത് സിനിമയിലുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വിജയ് ബാബു സാറിൻ്റെ ഒരു പടമുണ്ട്, നീന എന്ന് പറയുന്ന പടത്തിൽ അദ്ദേഹം യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു വെള്ള നിറത്തിലൊരു വണ്ടിയാണ്. ആ വണ്ടി കാണാനൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇറങ്ങിയ മോഡലിനെക്കാട്ട് ഇച്ചിരി കൂടി ഭംഗി അത് കഴിഞ്ഞിട്ടൊരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിരുന്നു. അത് ഇച്ചിരി കൂടി കാണാനൊക്കെ ഇച്ചിരി കൂടി ലുക്കായിട്ടുണ്ട് വണ്ടി കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് 2 ലിറ്റർ എഞ്ചിനിലോട്ട് മാറ്റി. അപ്പോൾ ഈ ഒരു വണ്ടിക്കും അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് മെയിൻ്റനൻസ് അല്പം കൂടുതലായിരുന്നു, മെയിൻ്റനൻസ് ഇഷ്യൂസ് കാര്യങ്ങളെന്ന് പറയുന്നത്. കാരണം ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് നിസ്സാൻ്റെ നല്ലൊരു വണ്ടിയാണ്. മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ അല്പം കൂടുതലായിരുന്നു, പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഈ വണ്ടി ഒരു 4 ഡോർ പാസഞ്ചേഴ്സോട് കൂടി വന്നതിനാൽ തികച്ചും ഒരു 4 പേർക്ക് സഞ്ചരിക്കാൻ പറ്റിയൊരു SUV, ഒരു ചെറിയൊരു ഫാമിലിക്ക് ഓഫ് റോഡൊക്കെ അത്യാവശ്യം കൊണ്ടുപോകാം, അതായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടിയെ സംബന്ധിച്ച് ഡിസൈനൊക്കെ അത്യാവശ്യം രസകരമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റ് എന്നപ്പോൾ സൺറൂഫും കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു. പിന്നെ ടച്ച് സ്ക്രീൻ ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏകദേശം 25 ലക്ഷം രൂപയ്ക്കൊക്കെ വില ഉണ്ടായെന്നാണെന്ന് തോന്നുന്നത് ഈ ഒരു വണ്ടിയുടെ അന്ന് ആ ടൈമിലൊക്കെ ഈ വണ്ടിയുടെ കാര്യം എന്ന് പറയുന്നത്.
പിന്നെ ഈ വണ്ടി സംബന്ധിച്ച് ഈ വണ്ടി നല്ല എന്താ പറയുക നല്ല ഇൻറ്റീരിയറൊക്കെ നൽകിയിരുന്നു. അതുപോലെ തന്നെ ESP, അതുപോലെ തന്നെ 4WD തുടങ്ങി അങ്ങനെ ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതിലും ഒരു 2 ലിറ്റർ എഞ്ചിനായിട്ട് ഉണ്ടായിരുന്നത്. 150 bhp 320 Nm ടോർക്കൊക്കെ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. 6 സ്പീഡ് മാനുവൽ ഉണ്ടായിരുന്നു, ലാസ്റ്റ് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ വണ്ടി 2010 വരെ നമ്മുടെ ഇന്ത്യയിലേക്ക് CBU വഴി ഇറക്കുമതി ചെയ്തതായിരുന്നു. പിന്നീടായിരുന്നു അതൊക്കെ മാറിയിരുന്നത്. പിന്നീട് ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പരാജയപ്പെട്ടു പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ വണ്ടി കാണാൻ നല്ല രസമാണ്. ഒരിടയ്ക്ക് ഇതിൻ്റെ മാർക്കറ്റ് കുറഞ്ഞിരുന്നു, നമുക്ക് മാർക്കറ്റ് കയറിയിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് എന്ന് പറയുന്നത്. വാങ്ങാൻ ആൾക്കാർ പൊതുവേ കുറവാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയെപ്പറ്റി ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു വണ്ടിയെപ്പറ്റി ഞാൻ അറിയുന്നത്, അതെൻ്റെ ഒരു കഥയാണ്. ഈ വണ്ടി ഞാൻ പണ്ട് ഡീറ്റെയിലിംഗ് സെൻറ്ററിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് പണി പഠിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ ഈ പണി പഠിച്ചു വരുന്ന സമയത്ത് അവിടെ ഒരു BMW 5 Series ആണ് നമുക്ക് പണി പഠിച്ച് വന്നപ്പോൾ കിട്ടിയത്. നല്ലൊരു M Sport വണ്ടിയായിരുന്നു. ആ വണ്ടി ചെയ്തു ഒരു വെള്ള വണ്ടിയായിരുന്നു. അപ്പോൾ ആ വണ്ടിയൊക്കെ ചെയ്തപ്പോൾ നല്ല റിസോർട്ടൊക്കെ തോന്നി. വെള്ള വണ്ടി ആയതുകൊണ്ട് ഡീറ്റെയിലിംഗ് വലിയ ടാസ്ക് അല്ല, പോളിഷ് ചെയ്ത് സെറാമിക് ആണെന്ന് വലിയ പാടില്ല, സുന്ദരോടൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഓണർക്ക് ഒരു എക്സ്ട്രയിൽ ഉണ്ടായിരുന്നു. അതൊരു 2010 മോഡൽ വണ്ടിയാണ്. ആ വണ്ടി പുള്ളി കൊണ്ടുവന്നു. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കച്ചറയായി വെച്ച വണ്ടി. കച്ചറ എന്ന് വെച്ചാൽ കച്ചറയോട് കച്ചറ, ഹെഡ് ലൈറ്റൊക്കെ മങ്ങി, ബ്ലാക്ക് വണ്ടിയാണ്. ബ്ലാക്ക് വണ്ടീനെ സംബന്ധിച്ച് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നാൽ പോലും എടുത്തറിയും. അപ്പോൾ വളരെ കച്ചറായിട്ട് കിടക്കുന്ന ഒരു വണ്ടിയായിരുന്നു. വളരെ എന്ന് വെച്ചാൽ പെയിൻ്റൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഡള്ളായി കിടക്കുകയായിരുന്നു. കുറേ സ്ഥലത്തൊക്കെ പെയിൻറ്റിൻ്റെ ക്ലിയർ കോട്ടൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ വണ്ടിയിൽ കൊണ്ടുവന്ന് നമ്മൾ ഈ വണ്ടിയിൽ പണിത് ഈ വണ്ടി ഒന്ന് സെറ്റപ്പ് ആക്കി കഴിഞ്ഞപ്പോൾ നല്ല രസമായിരുന്നു. കാരണം ഈ ഒരു ബ്ലാക്ക് വണ്ടി ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ നല്ല ലുക്കാണ്. അപ്പോൾ ഞാൻ എക്സ്ട്രേനെ പറ്റി അന്നാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചിരുന്നത്. എക്സ്ട്രേ എന്ന് പറഞ്ഞ വണ്ടി. അപ്പോൾ നമ്മൾ ഒരു വണ്ടി കാണുമ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി പുറമേ കാണുന്നതിനെ പോലെ തന്നെ ഉള്ളിലും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഇൻറ്റീരിയർ ആയിരുന്നു. അപ്പോൾ ഈ വണ്ടി നമ്മൾ പണിത് കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ പറ്റില്ല, എന്ത് തിളക്കുമെന്ന് അറിയും. ആ വണ്ടി ഇപ്പോൾ എൻ്റെ ഇതിൽ കിടക്കുന്നുണ്ട് എൻ്റെ നല്ല ഓർമ്മയിൽ. കാരണം കണ്ണാടി പോലെ തിളങ്ങും. ഈ ബ്ലാക്ക് വണ്ടി നല്ല രീതിക്ക് പോളിഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങും. അപ്പോൾ അതുപോലെ തിളങ്ങി കഴിഞ്ഞാൽ അപ്പോൾ പുള്ളിയുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണുമായിരുന്നു ആ വണ്ടി ഡെലിവറി എടുക്കാൻ വന്നപ്പോൾ. അപ്പോൾ പുള്ളി അത് കൊടുക്കണമെന്നൊക്കെ പറയുന്നത് വെച്ചാണ്. പിന്നെ ആ വണ്ടിയുടെ പിന്നെ രണ്ടാമതുള്ള ആ ഒരു ഇതൊക്കെ കണ്ട് പുള്ളി പറഞ്ഞു ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നൊക്കെ പറയണ്ടായി. അപ്പോൾ ഞാനതൊരു ഇത് പറഞ്ഞാൽ എക്സ്ട്രയിൽ അപ്പോൾ കാണാൻ നല്ല രസമുള്ളൊരു വണ്ടിയൊക്കെ തന്നെയാണ്. കാരണം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാൽ നല്ല രസമാണ്. അതിൻ്റെ ബാക്കിലെ ടൈൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാ കളറും നല്ലതാണ്. ഇതിൻ്റെ വൈറ്റ് കളറും നല്ലതാണ്, ബ്ലാക്ക് കളറും നല്ലതാണ്, കളേഴ്സൊക്കെ നല്ലതാണ്. കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകും, കാരണം പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഈ ഒരു വണ്ടി അവസാന കാലഘട്ടങ്ങളിൽ 2013 കാലഘട്ടങ്ങളിൽ ഏകദേശം എന്താ പറയുക ഒരു 7 യൂണിറ്റുകളൊക്കെ മാത്രമായിരുന്നു ഈ ഒരു കമ്പനി ഈ ഒരു വണ്ടി സെയിൽ ചെയ്തിരുന്നത്. അങ്ങനെ ഈ കമ്പനി ഇതിൻ്റെ ലിമിറ്റഡ് എഡിഷനൊക്കെ പുറത്തിറക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അങ്ങനെ ലിമിറ്റഡ് എഡിഷനൊക്കെ പുറത്തിറക്കി. ബട്ട് വലിയ രക്ഷയില്ലെന്ന് തോന്നിയപ്പോൾ കമ്പനി ഈ ഒരു വണ്ടി നൈസായിട്ട് അങ്ങോട്ട് ഫ്ലോപ്പ് ചെയ്തു, ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നെ നിസാൻ്റെ ആദ്യത്തെ കുറേ നല്ല കാറുകളൊക്കെ പിന്നെ ഇല്ലാണ്ടായി. മൈക്ര, സണ്ണി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ നിസാൻ എക്സ്ട്രയിലും പോവുകയായിരുന്നു. നമ്മുടെ വീഡിയോ ഒന്നും ഞാനധികം വലിച്ചു നീട്ടുന്നില്ല, ചുരുക്കി പറയാം. കാരണം കഴിഞ്ഞ വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ഈ വീഡിയോ അത്യാവശ്യം ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ തീർക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി 10 മിനിറ്റിനുള്ളിൽ കുറച്ച് വണ്ടി കൂടി ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയുവാണെങ്കിൽ നമ്മുടെ ഷെവർലെ ബ്രാൻഡിൻ്റെ ഫോറസ്റ്ററിനെ കുറിച്ച് പറയാം. ഒരുപാട് പേരൊന്നും ഈ ഒരു വണ്ടി കണ്ട് കാണത്തില്ല, ഒരുപാട് പേര് ഈ വണ്ടി അറിഞ്ഞും കാണത്തില്ല. അതാണ് ഷെവർലെ ഫോറസ്റ്റർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞൊരു റീബാഡ്ജഡ് വെർഷനായിരുന്നു. സുബാറു എന്ന് പറയുന്ന കമ്പനിയുടെ റീബാഡ്ജ് ചെയ്ത വെർഷനാണ് ഈ ഫോറസ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഷെവർലെ ബ്രാൻഡ്, അതായത് GM അവരുടെ ഷെവർലെ ബ്രാൻഡ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ ഫസ്റ്റ് നമുക്ക് നൽകിയ വണ്ടിയാണ് ഷെവർലെ ഫോറസ്റ്റർ എന്ന് പറയുന്നത്. ഇതും ഇറക്കുമതി ചെയ്തൊരു വണ്ടിയായിരുന്നു. ഈ വണ്ടി നമ്മുടെ ഷെവർലെ ബ്രാൻഡ് ഇറക്കുമതി ചെയ്ത വണ്ടിയായിരുന്നു. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ചും പറയുവാണെങ്കിൽ ഏകദേശം അന്ന് 2003 15 ലക്ഷം രൂപയ്ക്ക് അടുക്കി ഇതിന് വില ഉണ്ടായിരുന്നു. ഈ വണ്ടി ഇറങ്ങി പുറകെ തന്നെ നമ്മുടെ എൻഡവർ വന്നു, അങ്ങനെ പല വണ്ടികളും വന്നു. അപ്പോൾ ഈ വണ്ടിയുടെ കാര്യവും കച്ചവടമൊക്കെ അതേ അടിച്ചുപോയി. കാരണം ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു SUV എന്ന് പറയുന്നത് നല്ല ഹൈറ്റും വെയിറ്റൊക്കെ വേണമല്ലോ. അപ്പോൾ ഈ വണ്ടി സംബന്ധിച്ച് ഇതിന് ഒരുപാട് ഹൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇതൊരു എന്താ പറയുക ഒരു സ്റ്റേഷൻ വാഗണെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു രസമുണ്ടായിരുന്നു. കാരണം ഇതൊരു അമേരിക്കൻ എന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു ഈ ഒരു വാഹനം വന്നിരുന്നത്. ഒരു അമേരിക്കൻ കാർ എന്നൊക്കെ തോന്നുന്ന തരത്തിലായിരുന്നു. ഈ വണ്ടി കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി അധികം കണ്ടിട്ടില്ല. ഞാൻ ആകെ ഒരു 1-2 വണ്ടി ഞാൻ കണ്ടിട്ടുള്ളൂ നമ്മുടെ ഈ കൊച്ചിയിലൊക്കെ. ഒരു ബ്ലാക്ക് വണ്ടി ഞാൻ കണ്ടത് ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി വളരെ റെയറാണ്, വളരെ കുറവാണ് ഈ വണ്ടി കാണുന്നതൊക്കെ. അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമേ വിറ്റിട്ടുള്ളൂ. പിന്നെ ഷെവർലയുടെ മറ്റ് വാഹനങ്ങളെ പോലെയല്ല ഇതിൻ്റെ അത് റീബാഡ്ജ് വെർഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻറ്റീരിയറൊന്നും അത്ര വലിയ രസകരമായിരുന്നില്ല കാണാനായിട്ടൊന്നും. ഒരു വളരെ സിമ്പിളായിട്ടൊക്കെ തന്നെയായിരുന്നു നൽകിയിരുന്നത്. ബട്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊരു വണ്ടി ആയിരുന്നു.
ബട്ട് 2006 വരെയൊക്കെ ആയിട്ട് ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനും ഒരു 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനായിരുന്നു. 118 118 BHP ഒക്കെ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. 178 NM ടോർക്കും 5 സ്പീഡ് മാനുവലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പറയുവാണെങ്കിൽ ഈ ഒരു വണ്ടി പല മാർക്കറ്റിലും ഈ വണ്ടിക്ക് അത്യാവശ്യം ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ നൽകി കൊണ്ടുവന്നിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിർത്തിപ്പോയി. പക്ഷേ മറ്റ് പല വിപണിയിലും ഈ വണ്ടിയുടെ ചെറിയ ചെറിയ അപ്ഡേഷൻസ് ഒക്കെ നൽകിയിരുന്ന പതിപ്പുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ അധികം ഒന്നും കിട്ടിയില്ല ഈ വണ്ടിയെ സംബന്ധിച്ച്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുബാറു ഫോർഷൻ എന്ന് പറയുന്ന വണ്ടി 1997 വരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ 2003 വരുന്നത്. വന്ന അതേ സ്പീഡിൽ തന്നെ തിരിച്ച് പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഷെവർലെ ബ്രാൻഡിൽ നിന്നുള്ള ഒരു തികച്ചും ഒരു പരാജയമായ ഒരു വണ്ടിയായിരുന്നു ഈ കാണുന്ന വണ്ടി എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം വണ്ടി സ്പേഷ്യസ് ആയിരുന്നു. ഇൻറ്റീരിയർ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സും ഉണ്ടായിരുന്നു. കാരണം ഈ വണ്ടിക്ക് ABSും ഹിൽ ഡീസൻ കൺട്രോള് അങ്ങനെ തുടങ്ങിയ എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹിൽ ഹോൾഡ് കൺട്രോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പറയത്തക്ക ഒന്നുമില്ല. ഈ വണ്ടി പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ ഷെവർലെ ബ്രാൻഡിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് വേറൊരു സാധനം കൂടി പറയാനുണ്ട്. ഷെവർലയുടെ ക്യാപിറ്റീവ എന്ന് പറയുന്ന വണ്ടിയുണ്ട്. ക്യാപിറ്റീവ എന്ന് പറയുന്ന വണ്ടി ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇന്നിപ്പോൾ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായും പറയാം. കാരണം എന്താണെന്ന് അറിയോ, നമ്മുടെ എം ജി ഉണ്ടല്ലോ, എം ജി ഹെക്ടറും ശരിക്കും പറഞ്ഞൊരു ചൈന വണ്ടിയാണ്. അത് റീബാഡ് ചെയ്ത് കൊണ്ടുവന്നാണ്. അപ്പോൾ ഷെവർലെ ബ്രാൻഡ് മറ്റ് പല മാർക്കറ്റിലും ഈ എം ജിയുടെ ഹെക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വേറൊരു ബ്രാൻഡിൻ്റെ വണ്ടിയാണ്. അത് റീബാഡ് ചെയ്യുന്നത്. ഈ വണ്ടി ഷെവർലെ കൊണ്ടുപോയിട്ട് ക്യാപിറ്റീവ എന്ന് പറഞ്ഞാൽ റീബാഡ് ചെയ്ത് പുറത്തിറക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എം ജി ഹെക്ടർ എടുത്തിട്ട് ആ ചിഹ്നം എടുത്ത് കളഞ്ഞിട്ട് ഷെവർലെ ചിഹ്നം വെക്കാം. ഇപ്പോൾ ചില ഓണേഴ്സ്, ചില സുസുക്കി ഓണേഴ്സ് ടൊയോട്ടോൻ്റെ എംബ്ലൊക്കെ കയറ്റുന്ന പോലെ അതുപോലെയൊക്കെ ചെയ്യാം. നമ്മുടെ BMW M സ്പോർട്ടിൻ്റെ ആ ഒരു സ്റ്റിക്കറൊക്കെ ആയിരുന്ന പോലെ. അല്ല, അത് BMW ആണ്. ഓക്കെ, അതൊന്നുമില്ലോട്ടെ. അപ്പോൾ ക്യാപിറ്റീവ എന്ന് പറയുന്ന വണ്ടി 2008 നമ്മുടെ ഇന്ത്യയിൽ വരുന്നത്. എന്നാൽ 2006 ആഗോളതലത്തിൽ വന്നിരുന്നതെന്ന് തോന്നുന്നു. 8 ഇന്ത്യയിൽ വരുന്നത്. ഇന്ത്യയിൽ വന്നപ്പോൾ ഇതൊരു പ്രീമിയം കാർ എന്നുള്ള ലുക്കിൽ തന്നെ വന്നത്. കാരണം ഇൻറ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ കാണാൻ നല്ല പ്രീമിയം ലുക്ക്. ഈ വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ രാജു സാറ് ഈ ഒരു വണ്ടി ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം പുള്ളി ഞങ്ങളുടെ പള്ളിയിലൊക്കെ വന്ന സമയത്ത്, പള്ളിയിൽ പെരുന്നാളുടെ സമയത്ത് വന്നപ്പോൾ ഇദ്ദേഹം ഒരു വെള്ള ക്യാപ്റ്റീവ കാറിനാണ് വന്നത്. അത് രസമുണ്ടായിരുന്നു. കാരണം നല്ല പുള്ളി ആ ഒരു വണ്ടിക്ക് വന്നപ്പോഴും ക്യാപ്റ്റൻ രാജു ക്യാപ്റ്റീവ വന്നു എന്നൊക്കെ അറിയാമല്ലേ. അതുപോലത്തെ ഒരു രസമായിരുന്നു ഈ വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ ഇതിന് ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു 2010 കാര്യങ്ങളിൽ. പിന്നെ ഈ വണ്ടി കാണാനൊക്കെ നല്ല രസമുണ്ടാകും. ഒരു പ്രീമിയം നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടിയും CR-Vയും ഏകദേശം എവിടെയൊക്കെ ചെറിയ ചെറിയ സാമ്യമുണ്ടെന്നൊക്കെ തോന്നാം. പണ്ടൊക്കെ എനിക്ക് ഈ വണ്ടി CR-Vയും കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസം തോന്നാറുണ്ട്. നമുക്ക് അന്നത്തെ കാലത്ത് അറിയാൻ പാടില്ല CR-V ആണോ ക്യാപിറ്റീവ ആണോ എന്ന്. ഈ രണ്ട് വണ്ടിയും ഏകദേശം ഒരേപോലെയൊക്കെ മാച്ച് ചെയ്തതുപോലെ എനിക്ക് അന്ന് തോന്നിയിരുന്നു. 18 to 24 ലക്ഷം രൂപയ്ക്കാണ് ഈ വണ്ടിക്ക് വില വന്നിരുന്നത്. അപ്പോൾ വിലയുടെ കാര്യത്തിലും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിരുന്നു വണ്ടി കാണാനൊക്കെ തന്നെ. പിന്നെ ഇതിൻ്റെ ടോപ്പ് മോഡലിന് ഒരു 2.2 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. 184 BHP ഒക്കെ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. 400 NM ടോർക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വണ്ടി എന്താ പറയുക, CB ഇറക്കുമതി ആയതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ നൽകി പിന്നെയും ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തി വണ്ടി പുറത്തിറക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോഴും ഈ ഒരു വണ്ടി ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഈ വണ്ടിക്ക് ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും ഒരുപാട് ഫീച്ചേഴ്സ് കൂട്ടിച്ചേർത്തിരുന്നു. ഇൻറ്റീരിയറിലും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചേർത്തിരുന്നു. പക്ഷേ ഇത് ഫെയിലിയർ ആയിരുന്നു. കാരണം ഷെവർലയുടെ വണ്ടികളൊന്നും നമ്മുടെ ഇന്ത്യയിൽ അധികം ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല. ഇത്രയും പ്രീമിയം കാറുകളൊന്നും ഷെവർലയുടെ ബ്രാൻഡിൽ നിന്നുള്ള ഒരു വാഹനങ്ങൾ നമുക്ക് ഇന്ത്യയിൽ നല്ല രീതിയിൽ ക്ലച്ച് പിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന മറ്റൊരു കാര്യം വാസ്തുതയായിരുന്നു. പിന്നെ ഇതിൻ്റെ ലോവർ വേരിയൻ്റ് ഒരു 2 ലിറ്റർ എഞ്ചിൻ ഉണ്ടായിരുന്നു. അത് ഏകദേശം 148 BHP ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ആ വേരിയൻറ്റും ആൾക്കാർ അധികം എടുത്തിട്ടില്ല എന്ന് പറയാം. പിന്നെ കുറേ റിലയബിലിറ്റി ഇഷ്യൂസൊക്കെ ഈ വണ്ടിയെ സംബന്ധിച്ച് നേരിടേണ്ടി വന്നിരുന്നു. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ വില കൂടുതലായിരുന്നു. അത് തന്നെയാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ അധികം കാലം നിൽക്കാൻ നിന്നില്ല. 2015 ഒരു ഫേസ് ലിഫ്റ്റ് നൽകി 2018 അടുക്കിയാക്കിയപ്പോഴേക്കും ഈ ഒരു വണ്ടിയും കമ്പനി പൂർണ്ണമായും നിർത്തലാക്കിയാണ് ചെയ്തിരുന്നത്. മറ്റു പല വിപണിയിലും ഞാൻ പറയില്ല, MG ഹെക്ടർ എന്ന് പറയുന്ന വലിയ സാധനം പോകുന്നുണ്ട്. MG ഹെക്ടറിൻ്റെ ആ ഒരു വണ്ടി എടുത്തിട്ട് ക്യാപ്റ്റീവ എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വണ്ടി അന്ന് അവസാന കാലഘട്ടങ്ങളിലൊക്കെ ഏകദേശം 60 യൂണിറ്റൊക്കെ ആയിരുന്നു ലാസ്റ്റ് സെയിൽ ചെയ്തിരുന്നതെന്ന് ഞാൻ കേൾക്കുന്നത്. അങ്ങനത്തെ ഒരു വണ്ടിയായിരുന്നു. പിന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ലിമിറ്റഡ് എഡിഷൻസൊക്കെ പുറത്തിറക്കിയിരുന്നു. ബട്ട് ഫെയിലിയറായിപ്പോയി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഷെവർലയുടെ ഒരു വണ്ടി കൂടിയുണ്ട്. ഷെവർലയുടെ വണ്ടി ഇത് ശരിക്കും പറഞ്ഞതല്ല ഒരു ഭീകരനായിരുന്നു.
ഭീകരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി സംബന്ധിച്ച് നമ്മുടെ ഫോർച്യൂണറിനെക്കാട്ടും പവർഫുള്ളായിരുന്നു ഈ വണ്ടി. അതുപോലെ തന്നെ ലുക്ക് വൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ലുക്ക് വൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വണ്ടി എന്താ പറയുക, ഒരുപാട് ഒരു റഗ്ഗഡ് ഫീൽ, നമുക്ക് ഓഫ് റോഡൊക്കെ ഇടിച്ച് പൊളിച്ചു പോകാൻ പറ്റിയൊരു വണ്ടിയായിരുന്നു. ഈ വണ്ടിയുടെ മറ്റൊരു കോമഡി കാര്യമുണ്ട് അത് പറയാം. അപ്പോൾ ഇതിൻ്റെ പേരാണ് ട്രെയിൽ ബ്ലേസർ എന്ന് പറയുന്നത്. ഈ വണ്ടി നമ്മുടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ആയിരുന്നു. നമ്മുടെ ഇന്ത്യയിലേക്ക് എല്ലാം ഇറക്കുമതിയാണല്ലോ. തായ്ലൻഡിൽ നിന്നാണ് ഈ സാധനം വന്നിരുന്നത്. അപ്പോൾ ഈ വണ്ടി 2015 തൊട്ട് 2017 2 വർഷം ഉണ്ടായുള്ളൂ. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടൊന്നുമില്ല. ഒരുപാട് ആൾക്കാർ ആണെങ്കിൽ MUX ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ട്രെയിൽ ബ്ലേസർ അധികം കണ്ടിട്ടുണ്ടാവില്ല. MUX പിന്നെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, കാരണം ഇസൂസിൻ്റെ MUX കണ്ടിട്ടുണ്ടാവും. ഈ വണ്ടി കണ്ടിട്ടുണ്ടാവും ചാൻസിൽ വളരെ കുറവാണ്. കാരണം അതുപോലെ തന്നെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഈ വണ്ടി വിറ്റിട്ടുള്ളായിരുന്നുള്ളൂ. ഏകദേശം 26 ലക്ഷം രൂപ എക്സ് ഷോറൂം വില വന്നിരുന്നു. പിന്നെ ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ആ ഒരു ലുക്ക് വൈസിൽ ആ ഒരു ടയറും ബോഡിയൊക്കെ തമ്മിൽ മാറി നിൽക്കുകയായിരുന്നു. അത് നല്ല ഡിപ്പാർച്ചർ ആംഗിളിലും അതുപോലെ തന്നെ അപ്പർച്ചർ ആംഗിളിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഓഫ് റോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നല്ല ഫ്രണ്ടിലെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റിൽ മറ്റു വാഹനങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് എന്താ പറയുക, എവിടെയും ധൈര്യമായിട്ടും ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ പ്രൊജക്റ്റഡ് ടൈപ്പ് ഹെഡ് ലാംപ്സ് ഉണ്ടായിരുന്നു, പ്രൊജക്റ്റഡ് ഫോഗ് ലാംപ്സ് ഉണ്ടായിരുന്നു. ആ ഫോഗ് ലാംപ്സൊക്കെ നമുക്ക് ഏത് വെതറിൻ്റെ കണ്ടീഷനിലും നമുക്ക് നല്ലൊരു ഹൈ വിസിബിലിറ്റി തന്നെ ആ ഫോഗ് ലാമ്പൊക്കെ നൽകുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു വണ്ടിയുടെ സാധനങ്ങളൊക്കെ നൽകിയിരുന്നത്. ഇൻറ്റീരിയറിലോട്ട് അടക്കുകയാണെങ്കിൽ ലെതർ സീറ്റ്സൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാം കൊണ്ട് ബെസ്റ്റ് ഇൻ ക്ലാസ് ഒക്കെ തന്നെയായിരുന്നു. അത്യാവശ്യം 18 ഇഞ്ചിൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെ നൽകിയൊരു വണ്ടിയാണ്. പിന്നെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലുണ്ട്, ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു, ABS, EBD, ഹിൽ സ്റ്റാർട്ട് കൺട്രോൾ, ഹിൽ ഡീസൻ കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെ ഒക്കെ നൽകിയിരുന്നു ഈ വണ്ടിക്ക്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹൃദയ ഭാഗത്തോട്ട് വരാം. ഇതിനൊരു 2.8 ലിറ്റർ 4 സിലിണ്ടർ ടെർബോ ഡീസൽ എഞ്ചിൻ, ഏകദേശം 198 bhp 500 NOKയാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. വളരെ മോശം പവർഫുള്ളും ടോർക്കി ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ് ഈ ക്ലാസ്സിൽ മറ്റുള്ള വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ. പക്ഷേങ്കിൽ എവര് 4 വീൽ ഡ്രൈവ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നൽകി, മറ്റേ പറയില്ലേ തോക്ക് തരാം പക്ഷേ വെടി വെക്കരുത്, അതേപോലത്തെ അവസ്ഥയായിരുന്നു ഈ വണ്ടിയുടെ കാര്യം. അപ്പോൾ 4 വീൽ ഡ്രൈവ് കൊടുക്കാത്തത് കൊണ്ടിട്ട് ഈ വണ്ടി പെട്ടെന്ന് പരാജയമായി. പിന്നെ ഈ വണ്ടി ഷെവർലെ ബ്രാൻഡിൽ നിന്നുള്ള വാഹനങ്ങളായതുകൊണ്ട് ആൾക്കാർ വാങ്ങുന്നത് വളരെ കുറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരാജയപ്പെട്ട ഒരു വണ്ടിയാണ് ഈ വണ്ടിയുടെ ട്രെയിൽ ബ്ലേസർ എന്ന് പറയുന്നത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല വണ്ടിയായിരുന്നു കാണാനൊക്കെ. പിന്നെ ഹൈ മെയിൻ്റനൻസ് കോസ്റ്റ്, നമുക്ക് സർവീസ് സെൻ്ററുകളുടെ അഭാവമാണ് കുറവുന്നത്. പിന്നെ അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനൊക്കെ ആയിരുന്നു നൽകിയിരുന്നാണ് കേൾക്കുന്നത്. പിന്നെ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനത്തെ ഒരു വണ്ടിയായിരുന്നു ട്രെയിൽ ബ്ലേസറിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിച്ചേക്കാം. പിന്നെ ഞാൻ പറയുന്നത് ഫാസ്റ്റ് ആണോ സ്ലോ ആണോ എന്നൊക്കെ പറയുക. ഈ വീഡിയോ ശരിക്കും നിങ്ങൾ കണ്ടിട്ട് കമൻറ്റുകൾ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. കാരണം ഈ വീഡിയോയുടെ അവസാനം വരുന്ന ആരും കണ്ടിരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടിട്ട് ദൈവമേ 10 മിനിറ്റ് എന്നുള്ളത് ഇപ്പോൾ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്, പെട്ടെന്ന് എടുത്തേക്കാം, കണ്ടിരിക്കാൻ ചാൻസ് ഇല്ല. അത് ഞാൻ ഇപ്പോൾ എടുത്ത് പറയുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പോയി കമൻറ്റ് അടിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സിൻ്റെ ആദ്യ പാസഞ്ചർ കാർ സൃഷ്ടിക്കുക എന്നുള്ള ശ്രമത്തോടുകൂടി ഫോഴ്സ് കൊണ്ടുവന്നായിരുന്നു. ഫോഴ്സിൻ്റെ വണ്ണം എന്ന് പറയുന്ന ഈ ഒരു വണ്ടി, ഫോഴ്സ് ട്രാവലറും അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നൽകിയതിന് ശേഷം പാസഞ്ചർ സെഗ്മെൻറ്റിലേക്ക് ഒരു ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നാണ് ഈ വണ്ടി. അമിതാഭ് ബച്ചനൊക്കെ ആയിരുന്നു അന്നത്തെ അതിൻ്റെ ഒരു ആഡിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ചൈനീസ് SUV-നെ കൊണ്ടുവന്ന് ഇത് ചെയ്യുകയായിരുന്നു. പിന്നെ ഈ വണ്ടിയുടെ പല സാധനങ്ങളും പല ബ്രാൻഡിൽ നിന്നായിരുന്നു നൽകിയിരുന്നത്. ലുമക്സിൻ്റെ ലൈറ്റ്സും അതുപോലെ തന്നെ മെഴ്സിഡീസ് യൂസ് ചെയ്യുന്ന എഞ്ചിനും ട്രാൻസ്മിഷനൊക്കെ ആയിരുന്നു. അങ്ങനെ പലതും പലതിൽ നിന്നൊക്കെയാണ് എടുത്തിരുന്നത് കാര്യങ്ങളെന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു വണ്ടിയായിരുന്നു ഇതെന്ന് പറയുന്നത്. ബട്ട് ഡിസൈൻ വൈസ് അത്ര അട്രാക്റ്റീവ് ആയിരുന്നില്ല, ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത്യാവശ്യം നീളം ഉണ്ടായിരുന്നു ഈ വണ്ടിക്ക്, സ്പേസ് ആയിരുന്നു, ഇൻറ്റീരിയറിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വാഗ്ദാനമൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ലെതർ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും എന്താ പറയുക, ഈ നമ്മുടെ ഇന്ത്യക്കാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മുടെ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കൾ ആദ്യമായി DRLൊക്കെ നൽകിയത് ഈ വണ്ടിക്കാണെന്നാണ് കേൾക്കുന്നത്. DRLൊക്കെ നൽകിയിരിക്കുന്ന വാഹനം ഇതാണെന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിക്കന്ന് ABS പോലും നൽകിയിരുന്നില്ല. ബട്ട് അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഇതിനൊരു 2.6 ലിറ്റർ കോമൺ റെയിൽ ഡീസൽ എഞ്ചിനൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് ഏകദേശം 81 HP അതുപോലെ തന്നെ 231 ടോർക്കൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ മറ്റ് വേരിയൻറ്റിൽ 139 bhp ഒരു വേരിയൻ്റ് ഉണ്ടായിരുന്നു, അത് അത്യാവശ്യം ടോർക്കൊക്കെ ആയിരുന്നു. അങ്ങനെ വളരെ ബേസിക്കലി നിർമ്മിച്ചൊരു വണ്ടിയാണ്, വളരെ ബേസിക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ നിർമ്മിച്ചൊരു വണ്ടിയാണ്. ബട്ട് ഇത് കാര്യം അധികം അറിഞ്ഞില്ല, കേട്ടില്ല, പിടിച്ചില്ല എന്നൊക്കെ പറയുന്ന തരത്തിലായിരുന്നു ഇതിൻ്റെയും കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഈ വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ദയനീയമായി പരാജയപ്പെട്ടു പോയ മറ്റൊരു വാഹനമായി മാറുകയായിരുന്നു ചെയ്തിരുന്നത്. 4WD സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു ഈ വണ്ടിക്ക്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ
സർവീസ് അത്ര മെച്ചപ്പെട്ടില്ല എന്നും കേൾക്കുന്നുണ്ട്. സർവീസ് അത്ര പോരായിരുന്നു ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച്. പിന്നെ നമ്മുടെ അമിതാഭ് ബച്ചൻ നൽകിയൊരു വാഹനം ഫ്ലോപ്പായി പോവുകയായിരുന്നു ചെയ്തിരുന്നത്. ഇനി പുള്ളിയുടെ തലക്കടിച്ചു കാല അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ. പെട്ടെന്ന് ഫ്ലോപ്പായി പോയ വണ്ടിയാണ്. ഇതും ആരും അധികം അറിഞ്ഞിട്ടില്ല എന്ന് പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഒരു ഭീകരനെ കുറിച്ചാണ്. ഒരു ഭീകരൻ എന്ന് വെച്ചാൽ ഇവന് ഇച്ചിരി ലക്ഷറിയാണ്, ഇവന് ഇച്ചിരി എക്സ്പെൻസീവാണ്. ഫോക്സ് വാഗൺ ടുവാരിക് എന്ന് പറയുന്നൊരു വണ്ടിയാണ്. ടുവാരിക് അങ്ങനെ തന്നെയല്ലേ പ്രൊനൗൺസിയേഷൻ? അങ്ങനെ തന്നെയാണ് റിസർവേഷൻ ചെയ്യുന്നത്. 2009 തൊട്ട് 2012 വരെയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ബട്ട് ആഗോളതലത്തിൽ ഈ ഒരു വണ്ടി ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രസകരമായ വണ്ടിയാണ്. ഈ വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 5 തോന്നുന്നു. അതിൻ്റെ അകത്ത് മറ്റേ വില്ലൻ കഥാപാത്രങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് വരുന്നത് ഈ വണ്ടിയാണ്. പുള്ളിയുടെ കുറേ ആൾക്കാരൊക്കെ വരുന്നതും ഇടിച്ച് പൊളിക്കുന്നതൊക്കെ ഈ വണ്ടി തന്നെയാണ്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വണ്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഫോക്സ് വാഗണും അതുപോലെ തന്നെ പോർഷയും ചേർന്നുകൊണ്ട് ജോയിൻ്റ് ഡെവലപ്പ് ചെയ്തൊരു വണ്ടിയാണ്. അതിനാൽ തന്നെ നമ്മുടെ പോർഷയുടെ കെയിൻ്റെ ഒരുപാട് സംഗതിയൊക്കെ ഈ വണ്ടിക്ക് നൽകിയിരുന്നു. ഒരുപാട് സംഗതി എന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം അങ്ങനെ തുടങ്ങി എന്താ പറയുക, ട്രാൻസ്മിഷൻ, കുറേ സംഗതികൾ, സസ്പെൻഷൻ, വിൻഷീൽഡ്, അങ്ങനെ കുറേ സംഗതികൾ നമ്മുടെ പോർഷയുടെ ഇതിൽ നിന്നും ഈ വണ്ടിക്ക് നൽകിയായിരുന്നു. സെയിം തന്നെയായിരുന്നു നൽകിയിരുന്നത്. പിന്നെ ഈ വണ്ടിയെ പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസ് ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാലല്ല ഏകദേശം 51 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു എക്സ് ഷോറൂമൊക്കെ വന്നിരുന്നത്. അപ്പോൾ തന്നെ ഓൺ റോഡൊക്കെ വരുമ്പോൾ എത്ര രൂപ എന്ന് അറിയാം. പിന്നെ ഈ വണ്ടി കോമ്പറ്റീറ്റ് ചെയ്തത് BMW X5, Q7, അതുപോലെ തന്നെ നമ്മുടെ പോർഷയുടെ മറ്റേ 28 കോമ്പറ്റീറ്റ് ചെയ്തിരുന്നത്. ബട്ട് ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിരുന്നത് പോലും ഒരുപാട് പേർക്ക് അറിയത്തില്ല ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ഇറക്കുമതി വണ്ടിയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ വണ്ടി ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ കുറേ വണ്ടി ഇറക്കുമതി ചെയ്തെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇറക്കുമതി ചെയ്തു എന്നാണ് കേൾക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. ലുക്ക് വൈസ് നമ്മുടെ ആ ഒരു പോർഷ തന്നെയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇത് ഇൻറ്റീരിയറൊക്കെ നല്ലതാണ്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തോട് ഒരുപാട് ഫീച്ചേഴ്സൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു ഈ വണ്ടി. അത് നമുക്ക് പറഞ്ഞാൽ തീരത്തില്ല. നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ABS ഉണ്ടാവും, ESP ഉണ്ടാവും, അതുപോലെ ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എഞ്ചിനെക്കുറിച്ച് പറയാം. എഞ്ചിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ എഞ്ചിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ കുറേ എഞ്ചിനുണ്ട്. ഞാനത് നോട്ട് ചെയ്ത് വെച്ചാൽ ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. 3.2 ലിറ്റർ VR6 3.6 ലിറ്റർ VR6 എഞ്ചിൻ, 4.2 ലിറ്റർ V8 എഞ്ചിൻ, V6 എഞ്ചിൻ, V8 എഞ്ചിൻ. പിന്നെ ഉള്ളത് 6 ലിറ്റർ W12 എഞ്ചിൻ. പിന്നെ ഉള്ളത് 3 ലിറ്റർ V6 TDI ഡീസൽ എഞ്ചിൻ. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ആ ഒരു 5 ലിറ്റർ V10 എഞ്ചിൻ, V10 TDI എഞ്ചിൻ, 2.5 ലിറ്റർ TDI എഞ്ചിൻ ഉണ്ടായിരുന്നു, 3 ലിറ്റർ V6 TDI എഞ്ചിൻ ഉണ്ടായിരുന്നു. ബട്ട് നമ്മുടെ ഇന്ത്യയിൽ നൽകിയിരുന്നത് 3 ലിറ്റർ V6 TDI എഞ്ചിനായിരുന്നു ഇന്ത്യയിൽ നൽകിയിരുന്നത്. അത് ഏകദേശം 237 HP ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. 550 Nm ടോർക്കൊക്കെയാണ് ഉണ്ടായിരുന്നത്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് അതിനുണ്ടായിരുന്നത്. പിന്നെ 4 വീൽ ഡ്രൈവ് സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ ഈ വണ്ടിക്ക് നമ്മുടെ ഇന്ത്യയിൽ എയർ സസ്പെൻഷനൊന്നും നൽകിയിട്ടില്ല. മറ്റുള്ള മാർക്കറ്റിൽ എയർ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ അത് നൽകിയില്ല. നിങ്ങൾ ആലോചിക്കും ഇത്ര എഞ്ചിൻ ഓപ്ഷനുള്ളൊരു വണ്ടിയാണ്. അതിനകത്ത് ആ 6 ലിറ്റർ W12 എഞ്ചിനൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ലേ, പൊളിയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ വണ്ടിക്ക്. ബട്ട് ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിൽ വളരെ ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തിരുന്നത്. പരാജയപ്പെടുകയും ചെയ്തിരുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പരാജയം എന്ന് പറയാൻ പറ്റില്ല. കാരണം കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് വിൽക്കുന്ന വണ്ടിയായിരുന്നു. അതുകൊണ്ടിട്ട് ഈ വണ്ടിയും നമ്മുടെ ഇന്ത്യയിൽ ആരും അധികം വാങ്ങിയിട്ടില്ല. പിന്നെ ഹയർ മെയിൻ്റനൻസ് കോസ്റ്റാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത്രയും കാശ് കൊടുത്ത് ഫോക്സ് വാഗണിലോട്ട് പോകുന്നതിനേക്കാളും വേണം ആൾക്കാർ ഇച്ചിരി കൂടി പ്രീമിയം ബ്രാൻഡായ പോർഷയിലോട്ട് പോകും. ഫോക്സ് വാഗണിൻ്റെ പോർഷയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ബട്ട് ആൾക്കാർ ബ്രാൻഡ് വൈസ് ഇതാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറച്ച് ഫ്ലോപ്പ് SUVസിനെ ജസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത്. വീഡിയോ ഒരുപാട് ലാഗായെന്നൊന്നും നല്ല രീതിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വിട്ടു ഒരുപാട് വാഹനങ്ങളുണ്ട്. ഗ്രാൻഡ് വിക്ടോറിയ ഉണ്ട് ഫ്ലോപ്പ് സീരീസിൽ, പഴയ ഗ്രാൻഡ് വിക്ടോറിയ XL7 എന്ന് പറയുന്ന വണ്ടി. അതുപോലെ തന്നെ ഹ്യുണ്ടായുടെ ടൂസൺ ഉണ്ട്, സാന്റാഫി ഉണ്ട്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ മഹേന്ദ്രയുടെ ഓൾട്ടുറാസ്, സംയോങ്ങിൻ്റെ റെക്സ്റ്റൺ, പിന്നെ നമ്മുടെ മെസ്സിവിഷിയുടെ മോൻറ്റോറോ, ഔട്ട്ലാൻഡർ, അങ്ങനെ തുടങ്ങി നിരവധി വണ്ടിയുണ്ട്. MUX ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഫ്ലോപ്പ് സീരീസിൽ. നമ്മളിപ്പോൾ ആ ഒരു വാഹനമായിട്ട് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ കോമ്പാക്റ്റ് SUV ആയ കോണ്ടോ, അതുപോലെ തന്നെ പ്രീമിയറിൻ്റെ റിയോ കോമ്പാക്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരുപാട് വാഹനങ്ങളുണ്ട്. നമുക്കതെല്ലാം കൂടി അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ പറഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ആ വാഹനങ്ങളെല്ലാം കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ അവസാനിപ്പിക്കാം. ഒരുപാട് സമയം ഞാൻ എടുത്ത് ലാഗാക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു അടുത്തൊരു വീഡിയോ വരാം. അതുവരേക്കും ബൈ.